ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വർക്കിംഗ് കിച്ചണിലെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുൻപുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതുപോലെയുള്ള സിങ്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗ്ലേസിങ്ങും അതുപോലെ സ്റ്റെയിനൊക്കെ മാറിക്കിട്ടി നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിലൊക്കെ നന്നായിട്ട് സ്റ്റെയിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ചെയ്താലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഫെയറിയും, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ കൈ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബ്രഷ് ഉള്ളത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ബേക്കിംഗ് സോഡ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫെയറിങ് കൂടെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫെയറിങ് കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് ഈ ബ്രഷ് വെച്ച് നമുക്ക് സ്ക്രബാക്കി കൊടുക്കാം. അപ്പോൾ ഈ സിങ്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബും കൂടെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇതുപോലെ നമുക്കൊരു സ്റ്റീലിൻ്റെ സ്ക്രബും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗങ്ങളിലൊക്കെ കൈ വേദനിക്കാതെ തന്നെ എല്ലാം എളുപ്പത്തിൽ റിമൂവ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബിൻ്റെ കൂടെ ഞാനൊരു സ്പോഞ്ചും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റെയിനൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ആഴ്ചയിൽ 1-2 തവണയൊക്കെ ചെയ്യാം കേട്ടോ. വലിയ പണിയുള്ളതൊന്നുമല്ല, പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് പോരും. ബേക്കിംഗ് പൗഡറും ഫെയറി ഉപയോഗിച്ച് ചെയ്താൽ സ്റ്റെയിനൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഒരു നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തോന്നും കേട്ടോ. നമുക്കിത് എപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല വൃത്തിയായിട്ടിരിക്കും.
അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കോട്ടൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇനി നോമ്പൊക്കെ വരില്ലേ, അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ.